ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കും. പക്ഷെ എന്നാൽ ഈ ഒരു എക്സാമിന് നിങ്ങളുടെ കുട്ടികളുടെ മരണത്തിന് കാരണമാകും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ 90 കുട്ടികളിലധികം ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു എക്സാം നമ്മുടെ കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിനോടൊപ്പം അവരുടെ ഭാവിക്ക് മറ്റൊരു പ്രശ്നമായി അവർക്കൊരു ബാധ്യതയായി നിലകൊള്ളുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നീറ്റ് എക്സാം 2026 മെയ് 3 നടത്തിയ എക്സാം വളരെ ആഘോഷകരമായിട്ട് എല്ലാ ന്യൂസ് ചാനലും എല്ലാം കവർ ചെയ്ത ഒരു എക്സാം. കാരണം ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. എല്ലാ സ്റ്റേറ്റിനും സെൻട്രലിനും ഒക്കെ വളരെ ആവശ്യമുള്ള രീതിയിൽ അവർ നടത്തുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാമുമാണിത്. എന്നാൽ ആ ഒരു എക്സാമിന് ശേഷം 12-ാം തീയതി ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതും ന്യൂസ് വളരെ ആഘോഷമാക്കിയതാണ്. എക്സാം പേപ്പർ ചോർച്ച നടന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ഇത്രയും നാളും അതിന്റെ ഡേറ്റ്, പുതുക്കിയ ഡേറ്റ് എന്നാണെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റീസെന്റ് പുതിയ ഡേറ്റ് നമുക്ക് ജൂൺ 21 നടത്തുന്നത്. 2026 ജൂൺ 1 പുതിയ പരീക്ഷ നടത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിനിടയിൽ 14 കുട്ടികൾ 2026 നീറ്റ് എക്സാമിന് ശേഷം 14 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യ ചെയ്തത്? ഈ ഒരു എക്സാം നടത്താതിരുന്നത് കൊണ്ടോ, അതോ അവർക്ക് നടത്തിയിട്ട് നല്ല മാർക്ക് കിട്ടില്ല എന്നുള്ളത് കൊണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവർ ആത്മഹത്യ ചെയ്തത്? എക്സാം റിസൾട്ട് പോലും വന്നിട്ടില്ല. അതിനു മുന്നേ ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരത്തിലുള്ള ഒരു ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം അല്ലെ? ഈ ഒരു എക്സാം കിട്ടിയില്ല അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുള്ള ഒരു തരത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുമോ? എന്നാൽ ഇത് ആദ്യമല്ല. 2025 നീറ്റ് എക്സാമിനോട് ബന്ധപ്പെട്ട് 32 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അത് റിസൾട്ടിന് മുമ്പും ശേഷവും ഒക്കെ ആയിട്ട് 32 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. 2024 കണക്ക് ചെറുതൊന്നുമല്ല, 19 കുട്ടികളാണ്. 2021 2026 ഇടയ്ക്ക് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 90. ഇനി വരും വർഷങ്ങളിൽ അത് കൂടാനാണ് സാധ്യത, അല്ലാതെ കുറയാനല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഒരു 17, 18, 19 വയസ്സിനിടയിലുള്ള ഈ കുട്ടികൾ ഇത് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളും പലരും എക്സാം എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവരും എക്സാം എഴുതുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ബേർഡൻ ആയിട്ട് കുട്ടികൾക്ക് ഈ ഒരു നീറ്റ് എക്സാം മാറുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, അവർക്കുള്ള ഒരു സോഷ്യൽ പ്രഷർ തന്നെയാണ് അല്ലെ? നീറ്റ് എക്സാം എഴുതുക, പാസ്സാവുക, അതിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പാരന്റ്സും സമൂഹവും എല്ലാം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അവനത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റു കാര്യമാണ്. പക്ഷെ ഇത് ഇവന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടല്ല. അവനത് ചെയ്യുന്നു, അവനത് ചെയ്യണം എന്നുള്ള ഒരു പ്രഷർ അവന്റെ മേല് വളരെ അധികമുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവർ രാപ്പകലില്ലാതെ ട്യൂഷന് പോകുന്നു, അവർ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, ഒക്കെ അവർ ചെയ്യുന്നു. ഇതിനുശേഷം അവർക്ക് ഈ ഒരു പ്രഷർ അവർക്ക് വളരെയേറെ താങ്ങാൻ പറ്റുന്നില്ല. ഒരു മാർച്ച് 3 നടത്തിയ ഒരു എക്സാമിന് വേണ്ടി അവർ മെയ് 3 നടത്തിയ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് പഠിക്കുന്നു. അവർ അത്രത്തോളം അവരുടെ എഫേർട്ട് കൊടുത്ത് അവർ പഠിക്കുന്നു. അവർ അതിനുവേണ്ടി അവരുടെ മാക്സിമം അവർ ഔട്ട്പുട്ട് കൊടുക്കുന്നു. അതിനുശേഷം അവർക്കൊന്ന് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ഇനി ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ബേർഡൻ അവർക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അടുത്ത എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ വീണ്ടും അവർക്ക് എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഇനി കണ്ടിന്യൂ ചെയ്ത് പഠിക്കണോ, ഇനി പഠിച്ചത് ഇനി എല്ലാം മറന്നു പോകുമോ എന്നൊക്കെയുള്ള വളരെ വലിയൊരു പ്രഷറിലേക്ക് ഇവർ പോവുകയാണ്. അത്രയും നാൾ, അത്രയും വർഷം ഇതിനു വേണ്ടി അല്ലെ? പല കുട്ടികളും 8ാം ക്ലാസ് മുതലേ ഇതിനു വേണ്ടി പരിശീലിക്കുന്നുണ്ട്. പലരും +2 കഴിഞ്ഞതിന് ശേഷം മറ്റു കോളേജുകളിലൊന്നും അഡ്മിഷൻ എടുക്കാതെ നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് 22, 23 വയസ്സിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും നാളത്തെ അവരുടെ കഷ്ടപ്പാട്, ഇത്രയും നാളത്തെ അവരുടെ എഫേർട്ട് എല്ലാം വെറുതെ പോവുകയാണ്. ഇത് ഒരിക്കലും നമുക്കൊരു ചെറിയൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സെൻട്രൽ ബോർഡിന് വന്ന ഒരു കൈപ്പിഴ കൊണ്ടിട്ട് അല്ലെ, അവർക്ക് വന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടിട്ട് നമ്മുടെ എത്ര കുട്ടികളാണ് ഈ ഒരു കാര്യത്തിന് സഫർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഗവൺമെന്റിനെ മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല.
ഇതിലുള്ള ഓരോ പാരന്റ്സും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടോ? അവർക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വാശി പിടിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ഇത് തന്നെയാണോ ആവശ്യമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാണ്. സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു എക്സാം എന്ന് പറയുന്നത് മാത്രമല്ല ജീവിതം എന്നുള്ളത് അവരോട് മനസ്സിലാക്കുക. അതെ, നീറ്റ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ നല്ലൊരു മികവ് ഈ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്. പക്ഷെ അതിനപ്പുറവും ജീവിതമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. 90 കുട്ടികൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 90 കുടുംബങ്ങൾക്കാണ് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടത്. അപ്പൊ ഈ 90 കുടുംബങ്ങളിൽ അവർ കുറച്ചുകൂടി ഒരു ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ അവർക്ക് ഈ നഷ്ടം വരില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളോട് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുക. അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ നീഡ്സ് എന്താണ്, അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാതിരിക്കുക. അവർക്ക് എത്രത്തോളമാണ് അവർക്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങളാണ് താല്പര്യമെങ്കിൽ അവരെ അതിലേക്ക് ഗൈഡ് ചെയ്യുക. അവർക്ക് ആവശ്യമില്ലാത്ത പ്രഷർ നമ്മൾ ഓരോ ദിവസവും കൊടുത്ത് കുട്ടികൾ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് അവസാനം ഒരു ദിവസം അവർ പൊട്ടിത്തെറിക്കുന്നത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം. നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ പ്രയത്നിച്ച് അവസാനം അവർക്കൊരു ഭാവി ഇല്ലാതെയാകും. ചിലപ്പോൾ നമുക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഇത്തവണത്തെ നീറ്റ് എക്സാമിന്റെ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുകയും നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തി നമ്മുടെ കുട്ടികൾ ഓരോരുത്തരിലും നമ്മൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും ചിന്തിക്കുകയും തന്നെ വേണം. നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ നാളെ ഈ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് ഈ എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. അവരുടെ നീറ്റ് എക്സാമിന്റെ കാര്യം മാത്രമല്ല, അവരെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ അവരുടെ നോർമൽ സ്കൂളിലെ എക്സാം ആണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. അല്ലാതെ അവരിൽ നിന്നൊരു ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് പാരന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കുട്ടികൾ പല സമ്മർദ്ദങ്ങളും അനുഭവിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.